Good morning students, page number 5, chapter Gravitation. What is gravitational potential? What is its equation? Gravitational potential letter representing letter capital V ആണ്. Answer നോക്കാം. Gravitational potential at a point is defined as work done in bringing unit mass from infinity to that point. അപ്പോൾ അത് എന്താണ് നോക്കാം. ഇവിടെ ആ ഫിഗർ വരച്ചിട്ടുണ്ട്, ഞാൻ ഒന്നുകൂടി അത് റീഡ്രോ ചെയ്യാം. ഇത് എർത്താണ് നോക്കാം. എർത്തിൻ്റെ മാസ് എം. എർത്തിൽ നിന്ന് സെർട്ടൺ ഡിസ്റ്റൻസിലുള്ള ഒരു പോയിൻ്റ് ആണ് പി എന്ന പോയിൻ്റ്, സ്പേസിലെ പോയിൻ്റാണ്. ഈ പോയിൻറ്റിലെ പൊട്ടൻഷ്യൽ അഥവാ വി എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുവേണ്ടി ഡെഫിനേഷൻ പറയുന്നത് ഇൻഫിനിറ്റിയിൽ വളരെ അകലെയായിട്ട് ഒരു 1 കിലോഗ്രാം ഉണ്ടെന്ന് വിചാരിക്കാം. 1 കിലോഗ്രാമിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് മാസ്. ഈ മാസും ഈ 2 മാസം തമ്മിൽ ഗ്രാവിറ്റി അട്രാക്ഷൻ ഉണ്ടാകും. അപ്പോൾ ആ അട്രാക്ഷൻ ഈ ദിശയിലായിരിക്കും. അപ്പോൾ ഈ മാസിനെ ഒരേ വേഗതയിൽ മൂവ് ചെയ്ത് കൊണ്ടുവന്ന് പി എന്ന പോയിന്റിൽ കൊണ്ടുവെക്കണം. അപ്പോൾ അതിന് സേട്ടൺ വർക്ക് ചെയ്യേണ്ട വരും. ഒരേ വേഗതയിൽ മൂവ് ചെയ്യേണ്ടത്, അതായത് ഗ്രാവിറ്റി തന്നെ വീഴാൻ അനുവദിച്ചാൽ അത് വേഗത കൂടി വരും. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കൊടുത്താലേ ഒരേ വേഗതയിൽ കൊണ്ടുവന്ന് ഇവിടെ എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കി ചെയ്ത വർക്ക് ഡൺ, ആ വർക്ക് ഡൺ തന്നെയായിരിക്കും അവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇപ്പോൾ കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ട വന്നാൽ, ഇപ്പോൾ ചേർന്ന പോയിന്റുകളൊക്കെ ആണെങ്കിൽ കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ട വന്നു കഴിഞ്ഞാൽ കൂടുതൽ വർക്ക് ചെയ്യേണ്ട വരും. അപ്പോൾ അതൊരു നെഗറ്റീവ് വർക്കാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഫോഴ്സ് ഈ ദിശയിലാണ് നോക്കുന്നത്, പക്ഷേ മാസ് മൂവ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ദിശയിലാണ്. അതാണ് എൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. കൺസിഡർ എ മാസ് എം. ഇത് എർത്തിൻ്റെ മാസമായിട്ട് കാണാം. പി ഈസ് എ പോയിൻ്റ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ. അപ്പോൾ എമ്മും പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആറാണെന്ന് വിചാരിക്കാം. എങ്കിൽ പൊട്ടൻഷ്യൽ അറ്റ് പി എന്ന് പറയുന്നത്, അതിന് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ഓർത്തിരിക്കുക. വി ഈക്വൽ ടു മൈനസ് ജി എം ബൈ ആർ. വർക്ക് ഡൺ മൈനസ് ആയതുകൊണ്ടാണ് ഇവിടെ ആ മൈനസ് സൈൻ വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഓർത്തിരിക്കേണ്ട 2 കാര്യങ്ങളാണ്. പൊട്ടൻഷ്യൽ അറ്റ് വി അറ്റ് എ ലാർജ് ഡിസ്റ്റൻസ് അഥവാ ഇൻഫിനിറ്റ് ഈ 0. പൊട്ടൻഷ്യൽ സ്പേസിലേക്ക് നീങ്ങി പോകും തോറും പൊട്ടൻഷ്യലിലെ വാല്യൂ കുറഞ്ഞ് അതിൻ്റെ വാല്യൂ 0 ചെന്ന് അവസാനിക്കുന്നത്. കുറഞ്ഞല്ല, മൈനസ് വാല്യൂ കുറഞ്ഞ് ഏറ്റവും സർഫസിൽ ഹൈ മൈനസ് വാല്യൂ ആയിരിക്കും. പിന്നെ മൈനസ് വാല്യൂ കുറഞ്ഞ് ഇൻഫിനിറ്റി എത്തുമ്പോൾ 0 ആകും. അങ്ങനെയാണ് അത് ആ രണ്ടാമത്തെ ഈ എഴുതിയിരിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും. പൊട്ടൻഷ്യൽ വി ഇൻക്രീസസ് ആർ ഇൻക്രീസസ്. സർഫസിലായിരിക്കും പൊട്ടൻഷ്യൽ കൂടുതൽ, മൈനസ് വാല്യൂ ആയിരിക്കും കൂടുതൽ. അത് അതിൻ്റെ വാല്യൂ കുറഞ്ഞ് വന്ന് അവസാനം അത് 0 ആണ് ചെയ്യുന്നത്. ഇൻഫിനിറ്റിയിലെത്തുമ്പോൾ 0 ആണ് ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫൈൻ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ മാസ് അറ്റ് എ പോയിന്റ്. പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ മാസ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ചെറിയ ഹൈറ്റുകളിലൊക്കെ mgh എന്നുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് അതിൻ്റെ ശരിക്കുള്ള ഇക്വേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ മാസ് ഈസ് ഡിഫൈൻഡ് ആസ് വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് ദ മാസ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ് ഇൻ എ ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരു ലാർജ് മാസ് ഉണ്ട്. നമുക്ക് എർത്തിൻ്റെ മാസമായിട്ട് വെക്കാം. അപ്പോൾ ഈ ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഇവിടെ കൊണ്ടുവരുന്നത് 1 കിലോഗ്രാം മാസിനല്ല. അപ്പോൾ ഏത് മാസിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയാണ്? അപ്പോൾ എം മാസാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ 2.5 കിലോഗ്രാമാണ് മൂവ് ചെയ്തത്. അപ്പോൾ എം മാസിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് മൂവ് ചെയ്ത് ഈ പോയിന്റിൽ കൊണ്ടുവരാൻ വേണ്ടി വരുന്ന ആ വർക്ക് ഡണ്ണാണ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി. ഇപ്പോൾ ഒരു ലാർജ് മാസിനാണ് നമ്മൾ ഇപ്പോൾ 10 കിലോഗ്രാമിനാണ് കൊണ്ടുവരണമെങ്കിൽ ഇവിടെ നമുക്ക് കൂടുതൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. അതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആൻഡ് ദിസ് മാസ് ഈസ് മൂവിങ് ഇൻ എ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഓഫ് അനദർ മാസ്. ഓക്കെ, എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ മാസ് എന്ന് പറഞ്ഞല്ലോ. ഈ മാസിൻ്റെ ഈ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ എനർജി, ആ എനർജിക്ക് ഒരു ഇക്വേഷൻ ഡിറൈവ് ആൻ ഇക്വേഷൻ ഫോർ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജിക്ക് ക്യാപിറ്റൽ യു എന്ന ലെറ്റർ കൊടുക്കാറുണ്ട് കേട്ടോ. ഓഫ് എ മാസ് എം, ഈ മാസിൻ്റെ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ ആലോചിക്കുക. കൺസിഡർ എ ബോഡി ഓഫ് മാസ് എം. ഈ ലാർജ് മാസ് കൺസിഡർ ചെയ്യുക. എർത്തിൻ്റെ മാസമായിട്ട് കണ്ടാൽ മതി. കെപ്റ്റ് അറ്റ് O, അതിൻ്റെ സെൻറ്റർ ഓയിലാണ്. ലെറ്റ് അനദർ ബോഡി ഓഫ് മാസ് സ്മോൾ എം. പകലെയായിട്ടൊരു ചെറിയ മാസ് ഉണ്ട്, സ്മോൾ എം, അത് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം.
പ്ലേസ്ഡ് അറ്റ് ദ പോയിന്റ് പി. അതിൻ്റെ പൊസിഷൻ പ്രസൻ്റ്ലി പി എന്ന പോയിന്റിലാണ്. വിച്ച് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ്. ഇപ്പോൾ ഒയും പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എക്സ് ദൂരമാണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ അത് റേഡിയസിനേക്കാൾ കൂടുതലാണ്, എർത്തിൻ്റെ റേഡിയസിനേക്കാൾ കൂടുതലാണ്. ഇപ്പോൾ ഈ രണ്ട് മാസുകൾ തമ്മിൽ, ക്യാപിറ്റലും സ്മോളും മാസ് തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷനിൽ അവർ തമ്മിൽ എക്സ് ഡിസ്റ്റൻസിലാണ്. അപ്പോൾ അതുണ്ടോ പറയുന്നത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ബിറ്റ്വീൻ ടു മാസസ് ഈസ്, നമുക്ക് എഫ് എന്ന് വിളിക്കാം ഇവർ തമ്മിലുള്ള ഫോഴ്സിനെ. എഫ് ഈക്വൽ ടു നമ്മൾ പഠിച്ച ഇക്വേഷനാണ് ജി ഫസ്റ്റ് മാസ് സെക്കൻഡ് മാസ് ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് സ്ക്വയർ. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു ഇക്വേഷനോട് കിട്ടി. ഇനി നമുക്ക് ഈ മാസിനെ ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്യണം. ഇവിടെ ഒരു ഡി എക്സ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക്, ഈ ഡയറക്ഷനിലേക്ക് ചെറുതായിട്ട് ഡി എക്സ് ഡിസ്റ്റൻസ് നിന്ന് മൂവ് ചെയ്യണം. ചെറിയ ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ചെറിയ വർക്ക് ചെയ്താൽ മതിയാകും. അപ്പോൾ അത് നമുക്ക് ഇവിടെ പറയുന്നത് വർക്ക് ഡൺ ടു മൂവ് മാസ് എം ടുവേഴ്സ് ഒ ത്രൂ എ സ്മോൾ ഡിസ്റ്റൻസ് ഡി എക്സ്. നമുക്ക് ആ സ്മോൾ വർക്കിനെ ഡി ഡബ്ല്യു എന്ന് വിളിക്കാം. സോ ഡി ഡബ്ല്യു ഈക്വൽ ടു ജനറൽ ഇക്വേഷൻ ഓഫ് വർക്ക് എന്താ, ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇതാണ് ആ ഫോഴ്സ് നിലവിലുള്ളത്. ഇവർ തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഡയറക്ഷനിലുള്ള ഫോഴ്സ് എഫ്, ഡിസ്പ്ലേസ്മെൻറ്റ് ഡി എക്സ്. എഫിന് പകരം നമുക്ക് ജി എം എം ബൈ എക്സ് സ്ക്വയർ എന്ന് എഴുതാം ഇൻറ്റു ഡി എക്സ്. സോ ഈ രണ്ട് ഇക്വേഷനൊക്കെ ഇക്വേഷൻ 1 ഇക്വേഷൻ 2 കൊടുക്കാം. ഒരു റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറയാം. ഇവിടെ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിൻ്റ് എന്ന് പറയുന്നത് 1 കിലോഗ്രാം മാസിനെ മൂവ് ചെയ്ത് ഇൻഫിനിറ്റിയിൽ നിന്ന് മൂവ് ചെയ്ത് ഇവിടെ എത്താനുള്ള വർക്ക് ഡണ്ണാണ്. പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഗിവൺ മാസ് എം എന്ന് പറഞ്ഞാലോ ആ എം മാസിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് മൂവ് ചെയ്ത് ഇവിടെ വരെ എത്താനുള്ള സെയിം വർക്ക് ഡണ്ണാണ്. ഓക്കെ.